ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കർജിന്ന് നിസ്സാര ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്ക് റൈഡ് പോകാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് 2 സീസണിൽ പോയ വീഡിയോ ആണ് ഒറ്റ വീഡിയോ ആക്കി തരുന്നത്. ഇത് വിൻ്റർ സീസണിൽ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും ഉള്ള വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവർക്ക് അറബി അറിയുള്ളൂ കേട്ടോ. നമുക്കാണെങ്കിൽ അറബി അധികം അങ്ങനെ വശമില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്ഷനാണ് ഫുള്ള്. അപ്പോൾ പൈസ നമുക്ക് എങ്ങനെ പറഞ്ഞുറപ്പിക്കാം, നമ്മൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിൽ ഒരു വണ്ടി തരും കേട്ടോ. അപ്പോൾ ഒരു വണ്ടിക്ക് ഒരു 30 റിയാൽ 40 റിയാൽ ആ റേഞ്ചിലുണ്ട് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ അരമണിക്കൂർ അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ പിള്ളേരെ ബൈക്കിനും ഉണ്ട് വ്യത്യാസം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിലാണ് കേട്ടോ ഒരാൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തി നമ്മൾ വണ്ടി എടുത്തു. സ്റ്റീവിന് ആൻ്റണിയുടെ മകനുണ്ട് കേട്ടോ, ദിലീഷിൻ്റെ കൂട്ടുകാരൻ്റെ ആൻ്റണിയുടെ മകനുണ്ട്. അവന് സ്റ്റീവ് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും. നമ്മുടെ മക്കളിപ്പോഴും 3 ചക്രത്തിലാണ് കേട്ടോ സൈക്കിൾ ഓടിക്കുന്നത്. അത് കാരണം അവർക്ക് ബൈക്ക് എടുത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് 3 ചക്ര വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ധൈര്യം പോരട്ടെ, ആക്സിലേറ്റർ ഉള്ള കാരണം. അപ്പോൾ മക്കളെ നമ്മൾ വണ്ടിയുമ്പോൾ വയ്ക്കാമെന്നാണ് തീരുമാനം എടുത്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടി എടുത്ത് വണ്ടി മൂവായിട്ട് വണ്ടി എടുത്തിട്ടേ വണ്ടിയുമ്പോൾ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ വണ്ടി ഷെയ്ക്ക് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഷെയ്ക്കാവ് വരുന്നുണ്ട്. ഞാനൊരു സ്കാർഫ് ഇട്ടിട്ട് ആ സ്കാർഫും കൂടി നമ്മുടെ ട്രൈപോഡ് കെട്ടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ എല്ലാം ഷെയ്ക്കാവ് വരുന്നുണ്ടാണ്. പിന്നെ ഈ കാര്യം നടക്കില്ല എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റീവ് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. സ്വന്തമായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഓടിക്കണവരും പിന്നെ ഇവിടുന്ന് റെൻ്റലിന് എടുത്തിട്ട് വണ്ടി ഓടിക്കണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുള്ള കാരണം ഇത്തിരി പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബൈക്ക് ഓടിക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അമ്പാടി കണ്ണനാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഏട്ടനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഏട്ടൻ്റെ ഫോൺ വെച്ചിട്ട് വീഡിയോ ഇട്ട് തന്നിട്ടില്ല. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഏട്ടനെടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രിപ്പ് വണ്ടിയും നമുക്കൊരു പിടുത്തം കിട്ടിയപ്പോൾ നമുക്ക് വണ്ടി കയ്യിൽ നമുക്ക് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടോ. വണ്ടി മൂവ് ചെയ്തപ്പോൾ പിള്ളേർ അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വണ്ടി വേണം എന്ന്. അപ്പോൾ വണ്ടി കഴിഞ്ഞതിന് ശേഷം ഓടിക്കൽ കഴിഞ്ഞ ശേഷം സ്റ്റീവിൻ്റെ വണ്ടി മേടിച്ചിട്ട് ഇവർക്ക് കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ സമ്മർ സീസണിൽ പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടിയപ്പോൾ പോകണം. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പോകണം കേട്ടോ. ഇത്തിരി നല്ലോണം ഈവനിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ റൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇരുട്ടാവും. അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചത്തിൽ തന്നെ പോയി, നല്ല ചൂടുള്ള നേരത്താണ് പോയത്. അപ്പോൾ പിള്ളേരെ നമ്മൾ മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓടിക്കാൻ ട്രെയിൻ ചെയ്ത കാരണം ഇപ്രാവശ്യം അവർക്ക് വണ്ടി എടുക്കാൻ അറിയണം. കാരണം അവർക്കും വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ സമ്മർ സീസൺ അതിൻ്റെ ഇടയിൽ കുറേ കുടിക്കാറ്റും ക്ലൈമറ്റ് ചേഞ്ചിങ്ങും ഒക്കെ വന്നുള്ള കാരണം നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ. അത് കാരണം വണ്ടി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ആവുന്നുണ്ടാവില്ല. വണ്ടി പല വട്ടമായിട്ട് മണ്ണിൽ താവുമായിരുന്നു. പ്രത്യേകിച്ച് അമ്പാടി കണ്ണൻ്റെ വണ്ടി. ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ആക്സിലേറ്റർ വലത് വഴിയിലുമല്ലാണ് വരുന്നത്. അമ്പാടി കണ്ണനാണെങ്കിൽ ഇടത് കൈനായ കാരണം അമ്പാടിക്ക് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൂസിൻ്റെ വണ്ടി പല നേരങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും മണ്ണിൽ താന്നുണ്ട് കേട്ടോ. പല നേരങ്ങളിൽ അപ്പൂസിൻ്റെ വണ്ടി മണ്ണിൽ താന്ന കാരണം ഞങ്ങൾ ഇറങ്ങി തള്ളി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏട്ടനോട് പറഞ്ഞു ഞാനൊന്ന് മരുഭൂമിയിൽ നടക്കട്ടെ എന്നിട്ട് വണ്ടി ഏട്ടനെ കൊടുത്തിട്ട് ഏട്ടനെ പാടിക്കണ്ണ ഓടിക്കണ കാരണം വണ്ടി എടുത്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ ഞാൻ മരുഭൂമിക്ക് അറ്റം കേട്ടോ നല്ല കുന്ന് പോലെ കിടക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിൽ ഇടയ്ക്ക് മാറ്റം വരും കേട്ടോ. കാരണം ഈ പൊടിക്കാറ്റ് വീശുമ്പോൾ മണലൊക്കെ മാറിയിട്ട് വല്ല ഷേപ്പിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ ചീത്തറിഞ്ഞു കേട്ടോ. അതിൻ്റെ മുകളിലേക്കൊന്നും കയറിപ്പോണ്ട ആവശ്യമില്ല. വല്ല പാമ്പുണ്ടാവുന്ന അതിൻ്റെ പേടിയായിട്ടാണ് മല്ലി പോയി കാഴ്ചയായിട്ടേ കണ്ടത്. പാമ്പ് മാത്രമല്ല കേട്ടോ, വണ്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. അത് കാരണം ഞാനും പിന്നെ അതിന് നിന്നില്ല കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞ് കയറിക്കോ. എൻ്റെ ഏട്ടൻ്റെ വണ്ടിയുടെ പുറകിൽ ഞാനും കയറി ഒന്ന് കുറച്ച് റൈഡ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ വെക്കേഷൻ ഇവൻ്റെ ബൈക്കിനെ പുറകിലാണ്ടായിരുന്നു. ഇവൻ്റെ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ടെററാണ് കേട്ടോ. ഇവൻ്റെ പുറകിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പോയിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ കൊല്ലല്ലടാന്ന് പറഞ്ഞിട്ട്. കാരണം ഇരുട്ടായിരുന്നു, നമുക്ക് ഇരുട്ടായിരുന്നു. ഞാൻ ഇവനെ പുറത്ത് കയറി കുളിച്ചിട്ടാണ് അന്നത്തെ ദിവസം. എന്നിട്ട് അത് ഇപ്പോഴും പറഞ്ഞിരിക്കട്ടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവനെ കാട്ടിക്കൂട്ടി തന്നിട്ട്. കാരണം അത്രയും ഇവിടെ ഗർത്തം ഒരു പറയില്ല, അത്രയും ഒരു ഏരിയയാണ്. ഇങ്ങനെ ഇടയ്ക്ക് കല്ലും മുള്ളും പോലൊക്കെ തുമ്മുലൊക്കെ കയറണമെന്ന് വെച്ചിരിക്കാം. ടെററാണ്, വളരെയധികം ടെറർ. സത്യം പറഞ്ഞാൽ അവൻ്റെ വണ്ടിയിൽ പറകിലിരിക്കാൻ എനിക്ക് പേടിച്ചിട്ടായിരുന്നു ഞാൻ കയറിയത്. കാരണം ഞാൻ ഇരുട്ടത്തായി ഇവരെല്ലാം റൈഡിന് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഓരോ ഒറ്റയ്ക്ക് കണ്ടിട്ട് എൻ്റെ വണ്ടിയിൽ ഇറങ്ങില്ല കയറിയതാണ് കേട്ടോ. പിന്നെ അമ്പാടി കണ്ണനൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട് അമ്പാടി പുണ്യൊക്കെ. അമ്പാടി കണ്ണൻ ഇടത്ത് കഴിഞ്ഞാൽ അമ്പാടിയുടെ വണ്ടി അമ്പാടിക്ക് വലുതുകൊണ്ട് ആക്സിലേറ്റർ ഞെക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അമ്പാടിക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിൽക്കും. കാരണം അമ്പാടിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അമ്പാടി ഇങ്ങനെ നിർത്തി പോകണം. കാരണം അമ്പാടിക്ക് വലുതായി അത്രയായിട്ട് വഴങ്ങി വരുന്നില്ലല്ലോ. അത് കാരണം അമ്പാടി ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വണ്ടി ഓടിച്ചേർന്നത്. നമ്മൾ മക്കൾക്ക് മാക്സിമം സന്തോഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വെക്കേഷൻ. ഇപ്പോൾ നമ്മൾ അരമണിക്കൂറിനാട്ടോ റെൻറ്റിന് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ വന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഇരുന്നാണല്ലേ അങ്ങനെ വന്ന് പറഞ്ഞു കേട്ടോ, സമയം കഴിഞ്ഞു കയറിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും ആട്ടിപ്പറക്കി തറവും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം പോലെ കേട്ടോ നമ്മൾ കൊണ്ടുപോകണം എല്ലാവരെയും ആട്ടിപ്പറക്കിയിട്ട്. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് അപ്പൂസൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടാണ്. സത്യം പറഞ്ഞാൽ അപ്പൂസിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും
പക്ഷേ നമുക്കായിരുന്നു ടെൻഷൻ. കാരണം ഇതിനുള്ളിൽ വലിയ വണ്ടികൾ ഓടിക്കണ കാരണം ശ്രദ്ധിച്ചിട്ടാണ് ഓടിക്കണം എല്ലാവരും. എന്നാലും നമുക്ക് ചെറിയ ടെൻഷൻ. നമ്മൾ വേറെ ദിക്കിൽ, ഇവർ വേറെ ദിക്കിലാവുമ്പോൾ നമ്മളത് കാരണം ഇവരെ ഒപ്പം തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിരുന്നത്. തിരിച്ച് ബൈക്ക് ഓടുന്നേക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം ഞാൻ ഇങ്ങനെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കണുണ്ട്. അപ്പോൾ എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വീഡിയോ എടുത്തത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിടാന്ന് തീരുമാനിച്ചത്. ഇതാണ് കേട്ടോ ആക്സിലേറ്റർ, വലത് കൈമിലാണ് ആക്സിലേറ്റർ വരുന്നത്. ഇത് ബ്രേക്കാണ്. ഇതൊന്നും ബ്രേക്കില്ല, ബ്രേക്ക് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഇന്ധനം ഒഴിക്കണ സ്ഥലമാണ് കേട്ടോ. അവിടെ തന്നെ ചാവി, പിന്നെ നമുക്ക് ആവുമ്പോൾ ഇരുന്ന് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാല് തലത്തെത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോഴാണ് കേട്ടോ ഇവരെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊരു ഷെൽട്ടറാണ്. ജസ്റ്റ് എന്തൊക്കെയോ ഒരു തട്ട് നമ്മൾ പലം പോലെയൊക്കെ ഇല്ലേ, അതുപോലെയുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് ഓരോന്ന് ചോദിക്കട്ടെ. എനിക്ക് പേടിയുണ്ടായിരുന്നു, വേറെ ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കട്ടെ എന്ന്. പിന്നെ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് കുറേ കുശലൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഹായ് ഒക്കെ പറഞ്ഞു. ഇത് കുഞ്ഞു വണ്ടി ഈ ലൂട്ടോ. ഇത് കത്തുവോ ബൾബ്? ഇത് കത്തുവോ? ഇത് ഇസോ ആൾക്ക് കാര്യം മനസ്സിലായി. ആള് കത്തിച്ചേരാൻ വന്നിട്ട് പോണത്. ആ ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടൻ കത്തിച്ചേരാൻ വന്നിട്ട് പോകട്ടാ. കണ്ടാ പയ്യ കത്തിച്ചേരാൻ പയ്യ കത്തിച്ചേരാൻ വേണ്ടി ബൾബ് കത്തിക്കട്ടെ. ഓ പാവട്ട. അപ്പൂപ്പ നല്ല താങ്ക് യു. വലിയ കത്തിച്ച് ഇതാവട്ടെ അവരെ വീടും കാര്യങ്ങളൊക്കെ. അല്ലടാ ഓപ്പൺ ഏരിയയില. ആ കത്തി നല്ല കാര്യം, പ്രകാശപൂരിതമായി. ഇതവരെ വീടാണ് കിട്ടാ. ഇതിലാണ് അവർ കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ. നോക്കാം അങ്ങോട്ട് പോകണ്ടെന്ന് നമ്മളധികം. ചിലപ്പോൾ അവരെല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് തന്നെ അങ്ങോട്ട് പോകണില്ല കേട്ടോ അധികം. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന പൊടിക്കാറ്റ് വരുന്ന നേരത്തൊക്കെ വരൊരവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണ് കേട്ടോ മക്കളെ ജീവിക്കുന്നത്. നമ്മൾ ബൈക്ക് റൈഡിന് പോയ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.